ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കടുത്ത നടപടിയിലേക്ക് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. ജയിൽ ചാട്ടത്തിന് പിന്നാലെ കണ്ണൂർ ജയിലിൽ നിന്ന് മാറ്റിയ ഗോവിന്ദചാമിയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിൽ ചാടി തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഗോവിന്ദചാമിയുടെ പദ്ധതിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സഹതടവുകാരനോട് ജയിൽ ചാട്ടത്തെക്കുറിച്ച് ഗോവിന്ദചാമി പറഞ്ഞിരുന്നു. പരോൾ കിട്ടാത്തതിലും ജയിൽ മാറ്റം ഉണ്ടാകാത്തതിലുമുള്ള വിഷമത്തെ തുടർന്നാണ് ജയിൽ ചാടിയതെന്നാണ് ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി. ഗോവിന്ദചാമി ജയിൽ ചാടി രക്ഷപ്പെടുന്നതിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. വിവരങ്ങളുമായി ആർ റോഷിപാലും അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ആർ റോഷിപാലിലേക്ക്. ആർ റോഷിപാൽ, റവാഡ ചന്ദ്രശേഖർ DGP വിളിച്ച യോഗം, അതിനുശേഷം മുഖ്യമന്ത്രി വിളിച്ച യോഗം, അങ്ങനെ യോഗങ്ങളിലേക്ക് കടക്കുകയാണ്. നിർണായകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമോ? സുജയ, ഇന്ന് മുഖ്യമന്ത്രി ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾക്കാണ് സംസ്ഥാന പോലീസ് മേധാവിയെയും ജയിൽ മേധാവി ഉൾപ്പെടെയുള്ള യോഗം വിളിച്ചത്. ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗമുള്ള കാരണത്താലാണ് ഇന്ന് പോലീസ് മേധാവി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം അരമണിക്കൂർ നേരത്തെയാക്കിയത്. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്താണ് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉള്ളത്. ഒപ്പം തന്നെ ജയിൽ മേധാവി മറ്റ് ജയിൽ ഉദ്യോഗസ്ഥന്മാരുമായി, ബൽറാം കുമാർ ഉധ്യായ മറ്റ് ജയിൽ ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കാരണം ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ യോഗത്തിന് പിന്നാലെ ഉണ്ടാകുമെന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. കാരണം ജയിൽ വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് സർക്കാരുള്ളത്. മുഖ്യമന്ത്രിയും അങ്ങനെയാണ്. സർക്കാരിന് വലിയ നാണക്കേടുണ്ടായി ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയത്. പ്രത്യേകിച്ച് അതീവ സുരക്ഷയുള്ള 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്നും പുറത്തു ചാടിയ ഗോവിന്ദചാമി, അതും അംഗപരിമിതിയുള്ള ഗോവിന്ദചാമിക്ക് എങ്ങനെ പുറത്തു ചാടാൻ കഴിഞ്ഞു എന്ന ചോദ്യങ്ങളടക്കമുണ്ട്. ഇത് സംബന്ധിച്ച് ജയിൽ നോർത്ത് DIGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന ജയിൽ മേധാവിക്ക് കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെടുത്തത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയുണ്ട്. വിശദമായ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്ന് യോഗം വിളിക്കുന്നതും. ഇനി ഇത്തരം വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ, ഈ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ചർച്ചയുണ്ടാകും. അതിന് പിന്നാലെ ഒരുപക്ഷെ മുഖ്യമന്ത്രി കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ജയിൽ മേധാവിയെ മാറ്റുമെന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഒപ്പം നോർത്ത് DIG, ജയിൽ DIGയെ മാറ്റാനുള്ള സാധ്യത, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ സാധ്യതകളുണ്ട്. ഈ മീറ്റിംഗിന് ശേഷമാണ്, ഈ യോഗത്തിൽ സംസ്ഥാന ജയിൽ മേധാവി നൽകുന്ന വിശദീകരണത്തിനനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടടക്കം എന്താണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഗണിക്കും. കാരണം ഏറ്റവും സുരക്ഷയുണ്ടാകേണ്ട ജയിലിലെ ഏറ്റവും വലിയ കുറ്റവാളി തന്നെ ജയിൽ ചാടി എന്നതാണ് അവിശ്വസനീയമായ സംഭവമാണ് നടന്നത് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ഗൗരവമുള്ള ചർച്ചയാണ് 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുക. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാലാണ്. അർജുൻ കല്യാടിലേക്ക്. അർജുൻ കല്യാട്, ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെ വിയ്യൂരിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുപോയത്. ജയിൽ ചാടിയ കൊടും കുറ്റവാളിയാണ്. എപ്പോഴേക്കായിരിക്കും വിയ്യൂരിൽ എത്തിക്കുക? സുജിയ, ഇന്ന് രാവിലെ 7:30 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമിയെ വിയ്യൂരിലേക്ക് മാറ്റിയത്. അതീവ സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന്റെ എസ്കോർട്ടോട് കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമിയെ വിയ്യൂരിലേക്ക് കൊണ്ടുപോയത്. മുന്നിലും പിന്നിലും പോലീസിന്റെ എസ്കോർട്ടുണ്ട്. വലിയ പോലീസിന്റെ വാനിലാണ് ഈ ഗോവിന്ദചാമിയെ വിയ്യൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ മൊഴികൾ, കൂടുതൽ റിമാൻഡ് റിപ്പോർട്ട്, അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഈ മൊഴിയിൽ ഗോവിന്ദചാമി പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ, അതായത് 10 മാസം മുൻപുള്ള ഒരു തയ്യാറെടുപ്പ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിരുന്നു. 2017 തന്നെ ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ്, അല്ലെ അങ്ങനെ ഒരു ആലോചന തനിക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ സെല്ലുകൾ, വിവിധ സെല്ലുകൾ ഇതിനിടയിൽ തന്നെ ഗോവിന്ദചാമിയെ മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ഗോവിന്ദചാമി സൂചിപ്പിച്ചിരുന്നു പോലീസിനോട്. പക്ഷേ 10 മാസമായി കഴിയുന്ന സെല്ലിൽ അത് ഓരോ ഈ ക്ലാമ്പ്, ഈ പ്ലംബിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാമ്പ് സംഘടിപ്പിക്കുകയും അതിന് മൂർച്ച കൂട്ടി അങ്ങനെയാണ് ഈ പറയുന്ന സെല്ലിൻ്റെ കമ്പി മുറിച്ചു മാറ്റാനുള്ള ഒരു പ്രവൃത്തി ആരംഭിച്ചത്. അങ്ങനെ നീണ്ട ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദചാമി ജയിലിൽ നിന്നും പുറത്തേക്ക് ചാടിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗോവിന്ദചാമിയുടെ ഉദ്ദേശം ഇവിടെ നിന്നും കടന്നു കളയുക, അതായത് തമിഴ്നാട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കി.
വ്യക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി തന്നെയാണ് ഗോവിന്ദച്ചാമി നടന്ന് നീങ്ങിയത്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സഹതടവുകാരനിൽ നിന്നും ഈ ജയിൽ ചാടിക്കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായ രീതിയിൽ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ഗോവിന്ദച്ചാമി ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ നേരത്തെ IPC ഇപ്പോൾ BNS പ്രകാരമാണ് പോലീസിൻ്റെയും ശിക്ഷാ നടപടികളുമൊക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ നേരത്തെ IPC ഉണ്ടായ ഘട്ടത്തിൽ ഇങ്ങനെ തടവ് ചാടിക്കഴിഞ്ഞാൽ 6 മാസം മാത്രമായിരുന്നു ശിക്ഷയുണ്ടായത് എന്നുള്ള കാര്യം ഈ സഹതടവുകാരൻ ഈ പറയുന്ന ഗോവിന്ദച്ചാമിയോട് സംവദിച്ചിരുന്നു അല്ലെങ്കിൽ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ 6 മാസത്തെ തടവ് തനിക്ക് അധികമായി കിട്ടിയാലും ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ജീവപര്യന്തം ജയിലിനകത്താണ്, പരോൾ ലഭിച്ചിട്ടില്ല, അതുപോലെ തന്നെ ജയിൽ മാറാനുള്ള ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടി പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ 2 വർഷമാണ് ഇപ്പോൾ BNS പ്രകാരം ഈ തടവ് ചാടിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ. എന്തായാലും ഈ പറയുന്ന പോലെ ജയിൽ മാറാനുള്ള ഒരു ആഗ്രഹം ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ജയിൽ ചാട്ടം ഗോവിന്ദച്ചാമി ആസൂത്രണം ചെയ്തത് എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. അതിന് പുറമെ ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് 5:15 കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 5:35 ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പള്ളിക്കുന്നിൽ നിന്ന് മൂകാംബിക റോഡ് പരിസരത്താണ്. നമുക്ക് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നൽകാവുന്നതാണ്. ഈ പറയുന്ന ഒരു പാലവും അതുപോലെ തന്നെ ഈ പറയുന്ന മഞ്ഞ നിറത്തിലുള്ള കലുങ്കുമൊക്കെ നമുക്ക് ആ CCTVയിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. 5:35 ഈ പറയുന്ന ഈ ഭാഗത്തേക്ക് ഗോവിന്ദച്ചാമി എത്തിയതായിട്ടുള്ള കാര്യം CCTVയിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഈ കാണുന്ന CCTVയിലാണ് ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു CCTV കൂടിയാണ് ഈ പറയുന്ന ഭാഗം. പള്ളിക്കുന്ന് പാലത്തിന് സമീപത്തേക്കാണ് 5:35, അതായത് ജയിൽ ചാടിയതിനു ശേഷം നേരെ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിന് മുന്നിലേക്ക് നടന്നു വരുന്നു. അതിനുശേഷം മെയിൻ റോഡിലല്ലാതെ, അതായത് പ്രധാനപ്പെട്ട ദേശീയപാതയിലൂടെ അല്ലാതെ റെയിൽവേ പാളം ഉള്ളത് ഏത് മേഖലയിലാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ശബ്ദം ലഭിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പരിസരത്തേക്ക് നടന്ന് വന്നത് എന്ന് വ്യക്തമല്ല. പക്ഷേ ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരത്തേക്ക് 5:35 ഇവിടെ ഗോവിന്ദച്ചാമിയെ കാണുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് നടന്നു വരികയും ഈ പാലത്തിൻ്റെ സമീപത്തെ ഇവിടെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ തിരിച്ച് അതേ സ്ഥലത്തേക്ക്, അതായത് വുമൻസ് കോളേജിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഗോവിന്ദച്ചാമി നീങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെയുള്ള ആളന്നെയല്ലേ? അതെ. ഈ പറയുന്ന ഈ ഭാഗത്തേക്ക് എത്തിയതായിട്ടാണ് കാണുന്നത്. ഞാൻ ഇവിടെ വിളക്ക് കത്തിക്കുന്ന ആളാണ്. ഞാൻ 5:30 വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് CCTV വേണ്ടി ഞാൻ വരുന്നതല്ല. അപ്പോൾ അത് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അങ്ങോട്ടേക്ക് കുറച്ച് നീങ്ങിപ്പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതായത് പിന്നെ അങ്ങോട്ട് പോയി തിരിച്ചു വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല, അത് കണ്ടിട്ടില്ല. അത് നടന്നു പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു, പക്ഷെ അന്നേരം സംശയം തോന്നി? സംശയമൊന്നുമില്ല. അത് ഇങ്ങനെ ജയിൽ ചാടിയ കാര്യം ഒന്നും തന്നെ വാർത്തയായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഇടത്തെ കൈക്ക് ഇങ്ങനെ വെച്ചിട്ട് പോയത്. ഈ കൈ ഒറ്റ കൈ എന്നുള്ളത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ കൈ ഇങ്ങനെ തന്നെ മുകളിൽ വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് പോയതാണ്. ഞാനാണ് ഇവിടെ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുന്നത്. അതായത് ഇവിടെ ഒരു ശ്രീനാരായണ മന്ദിരമുണ്ട്. ആ മന്ദിരത്തിൽ വിളക്ക് കത്തിക്കുന്ന ആളാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. എല്ലാ ദിവസവും പുലർച്ചെ വന്ന് വിളക്ക് കത്തിക്കുന്ന ആളാണ്. ഈ പറയുന്ന മേഖലയിലൊക്കെ എത്തിയിരുന്നു. ഇവിടെ നിന്ന്, അതായത് ഈ മേഖലയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ തിരിച്ച് ഇതേ വഴി തന്നെ പോയി വുമൻസ് കോളേജിൻ്റെ ആ ഭാഗത്തേക്ക്, അവിടെയുള്ള CCTV ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്, ആ മേഖലയിലേക്ക് എത്തിയത്. എന്തായാലും കൃത്യമായ ആസൂത്രണം, കൃത്യമായ പ്ലാനിങ് അതൊക്കെ ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എന്നുള്ള കാര്യം ഗോവിന്ദച്ചാമിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിൽ എങ്ങോട്ട് പോകണമെന്നുള്ള കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത്. കൃത്യമായ രീതിയിൽ റെയിൽവേ സ്റ്റേഷൻ ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് അറിയുമായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനും അവിടെ നിന്ന് രക്ഷപ്പെടാനുമുള്ള സാധ്യത കൂടുതലായിരുന്നു. പക്ഷേ ആ കാര്യങ്ങൾ ഗോവിന്ദച്ചാമിക്ക് അറിയില്ലായിരുന്നു. വരുന്ന വഴിയിൽ ആരോടൊക്കെയോ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എന്ന രീതിയിൽ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആരൊക്കെയോ പല വഴികൾ പറഞ്ഞു, അല്ലെങ്കിൽ പല രീതിയിൽ ആരും അത് മൈൻഡാക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തെ, ആ ഒരു അന്വേഷണത്തെ വളരെ ഗൗനിക്കാതെ കണ്ടു. അതിനുശേഷമാണ് തനിക്ക് ഇഷ്ടപ്പെട്ട മുന്നിൽ കാണുന്ന വഴികളിലൂടെയൊക്കെ ഗോവിന്ദച്ചാമി സഞ്ചരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വലിയ തലയിൽ കൈവച്ച് ആ ഒറ്റ കൈപ്പത്തി ഇല്ലാത്ത കൈ മറച്ചു പിടിച്ച് അതിവിദഗ്ധമായി പോയ ഗോവിന്ദച്ചാമിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞത് 4 കിലോമീറ്റർ മാത്രം. നാട്ടുകാരുടെ ജാഗ്രത ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ ചാടിച്ചു. കിണറ്റിൽ നിന്ന് തൂക്കിയെടുത്തു പോലീസ്.